രാമ 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 ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. അധ്യാത്മ രാമായണം പാരായണത്തിൻ്റെ മൂന്നാം ദിനം ശരിക്കും ബാലകാണ്ഡത്തിൻ്റെ അവസാന ഭാഗം കൂടിയാണ്. ആദ്യത്തെ 3 ദിനങ്ങൾ കൊണ്ട് തന്നെ ഏകദേശം 1700 വരികളുള്ള ബാലകാണ്ഡം നമുക്ക് പൂർണ്ണമായിട്ട് വായിക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ 3-ാമത്തെ ദിനത്തിൽ അഹല്യാസ്തുതി, സീതാ സ്വയംവരം, ഭാർഗവ ദർപ്പണം, അതായത് പരശുരാമ ഗർഭഭംഗം എന്നും പറയും. ഈ 3 ഭാഗങ്ങളാണ് വായിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക. അപ്പോൾ അതിൻ്റെ 3 ഭാഗങ്ങളുടെ സാരാംശം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ 2-ാമത്തെ ദിനത്തിൽ നമ്മൾ കണ്ടു. ശ്രീരാമ ഭഗവാന്റെ പാദസ്പർശമേറ്റ സമയത്ത് ശിലയായി കിടന്നിരുന്ന അഹല്യയ്ക്ക് ശാപമോക്ഷം കിട്ടി. അഹല്യ ആ ദീർഘ തപസ്സിൽ നിന്ന് ഉണർന്ന് മുന്നിൽ ഭഗവാനെ കാണുകയാണ്. മഞ്ഞപ്പെട്ടുടുത്ത് ചാപബാണങ്ങളേന്തിയ സുസ്മേരവദനായിട്ട് നിൽക്കുന്ന ശ്രീരാമൻ ലക്ഷ്മണനോടും വിശ്വാമിത്രനോടും കൂടെ മുന്നിൽ നിൽക്കുകയാണ്. മഹാവിഷ്ണുവിനെ ശ്രീരാമന്റെ രൂപത്തിൽ കണ്ട സമയത്ത് അഹല്യാദേവിക്ക് മനസ്സിലായി. കാരണം മുൻപ് ഗൗതമ മഹർഷി പറഞ്ഞിരുന്നല്ലോ, മഹാവിഷ്ണു ശ്രീരാമനായിട്ട് അവതരിച്ച് ഈ ആശ്രമത്തിൽ കൂടെ കടന്നു വരും, അന്ന് ആ പാദസ്പർശം ഏൽക്കുന്ന സമയത്ത് നിനക്ക് ശാപമോക്ഷം ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ അഹല്യക്ക് ശാപമോക്ഷം ഉണ്ടായിരിക്കുകയാണ്. അഹല്യ പറയുകയാണ് ശ്രീരാമദേവനോട്, ഭക്തിയോടുകൂടി കൈകൂപ്പി നിറഞ്ഞ കണ്ണുകളോടുകൂടി പറയുകയാണ്, ഭഗവാനെ, ഞാൻ ധന്യയായി. ലോകനാഥ, അങ്ങയെ കാണാൻ എനിക്ക് സാധിച്ചു. അങ്ങയുടെ പാദപത്മങ്ങളിൽ നിന്നുള്ള പൊടി അത് എൻ്റെ ശിരസിലേറ്റിരിക്കുന്നു. ഞാൻ എന്ത് പുണ്യമാണ് അങ്ങനെ സംഭവിക്കാൻ ചെയ്തിരുന്നത്? അങ്ങ് ശുദ്ധനും അത്ഭുത പരാക്രമനും സുന്ദരനും ചാപധാരിയും തത്വസ്വരൂപനും ഒക്കെ ആയിട്ടുള്ള അങ്ങയെ ഞാനിതാ ഭജിക്കുകയാണ് പ്രഭോ. നാരദ മഹർഷിയും ശ്രീപരമേശ്വരനും ബ്രഹ്മാവും സരസ്വതിയും ഒക്കെ അങ്ങയുടെ നാമം സദാ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ അങ്ങയുടെ നാമം ഉരുവിടുകയാണ്. എന്നിലുണ്ടായിട്ടുള്ള കാമങ്ങളും രാഗങ്ങളും അതുകൊണ്ടുണ്ടായിട്ടുള്ള ദോഷങ്ങളുടെ ഒക്കെ പരിഹാരത്തിന് അല്ലയോ മഹാവിഷ്ണുവെ, മനുഷ്യരൂപത്തിൽ അങ്ങിതാ സകല ലോകങ്ങൾക്കും ആശ്രയമായിട്ട് ഇവിടെ നിൽക്കുകയാണ്. അങ്ങയെ ഞാൻ നമിക്കുന്നു എന്ന് പറയുകയാണ്. ലോകങ്ങളെല്ലാം അങ്ങാണ് സൃഷ്ടിച്ചത്. ലോകങ്ങളുടെ ആശ്രയവും അങ്ങാണ്. ലോകത്തിന്റെ കാരണവും അങ്ങാണ്. അങ്ങയുടെ മായയാൽ മോഹിക്കപ്പെട്ട മനസ്സുള്ളവർക്ക്, അജ്ഞാനികൾക്ക് അങ്ങയുടെ മാഹാത്മ്യം എങ്ങനെയാണ് അറിയുക എന്നിവിടെ അഹല്യ ഭഗവാനോട് ചോദിക്കുകയാണ്. പ്രപഞ്ചാത്മാവായിട്ടുള്ള അങ്ങയെ അജ്ഞാനികൾ മനുഷ്യനാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. എല്ലാ ജീവികളുടെയും ഉള്ളിലുള്ള ജീവാത്മാവാണ് അങ്ങ് എന്ന് ജ്ഞാനികൾക്ക് മാത്രമേ അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അങ്ങനെ എല്ലാ ഭക്തർക്കും മോക്ഷം ലഭിക്കാനും അതുപോലെ തന്നെ യോഗികൾക്ക് യോഗമുണ്ടാകാനും സക്തന്മാർക്ക് ലൗകിക സുഖത്തിനും സിദ്ധന്മാർക്ക് സിദ്ധിക്കും അങ്ങയുടെ വരപ്രസാദം ഉണ്ടാകുന്നു. എനിക്ക് അങ്ങനെയുള്ള ഭക്തി മാത്രം മതി എന്ന് പറയുകയാണ് ഇവിടെ അഹല്യ. എൻ്റെ സർവ്വ അപരാധങ്ങളും അങ്ങ് പൊറുക്കണം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ആ പാദപത്മങ്ങളിൽ വീണ് കരയുകയാണ് അഹല്യ. അഹല്യക്കെല്ലാം ശാപമോക്ഷം കിട്ടി, ഭഗവാന്റെ അനുഗ്രഹം കിട്ടി. അങ്ങനെ അഹല്യ നേരെ ഗൗതമ മഹർഷിയുടെ അടുക്കലോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ എഴുത്തച്ഛൻ പറയുകയാണ്, ഇവിടെ ഈ അഹല്യാസ്തുതി പാരായണം ചെയ്യുന്നവർ സകല പാപങ്ങളിൽ നിന്നും വിമുക്തരാകും. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, അതായത് കേവലമായിട്ടുള്ള ഒരു രാമായണ കഥ പറയുകയല്ല ഇവിടെ എഴുത്തച്ഛൻ്റെ ലക്ഷ്യം. എഴുത്തച്ഛൻ ഇവിടെ അധ്യാത്മ രാമായണം രചിച്ച ഒരു കാലഘട്ടം, നമ്മുടെ കേരളത്തിൽ തിന്മയുടെ കാലഘട്ടം, ധർമ്മം ച്യുതി സംഭവിച്ച കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ധർമ്മമാർഗത്തിലേക്ക് ചരിക്കാൻ വേണ്ടി ആദ്യം വേണ്ടുന്നത് ഭക്തിയാണ്. പരമാത്മാവിനെ കുറിച്ചിട്ടുള്ള അറിവ് സാധാരണ ജനങ്ങൾക്ക് വരെ ഉണ്ടാകണമെന്നുള്ള ആ കർത്തവ്യ ബോധത്താലാണ് എഴുത്തച്ഛൻ അധ്യാത്മ രാമായണം രചിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ, ഇതുപോലുള്ള ഒരുപാട് സ്തുതികളും കീർത്തനങ്ങളും ഭഗവാനെ കുറിച്ച് അവിടെയൊക്കെ പറയുകയാണ്. ഈ കഥാഭാഗങ്ങളിൽ പല ഭാഗങ്ങളിലായിട്ട് ഇപ്പൊ നമ്മൾ 3-ാമത്തെ ദിവസം എത്തുന്ന സമയത്ത് തന്നെ ഇവിടെ എഴുത്തച്ഛൻ പല പ്രാവശ്യം പറഞ്ഞു, എന്താണ് ഭഗവാൻ ഇത് പരബ്രഹ്മമാണ്, കേവലമായിട്ടുള്ള മനുഷ്യനല്ല. ഇത് എന്തിനാണ് ഞാൻ പറയുന്നത്? ഭക്തി ഉണ്ടാകണം. ഭക്തി ഉണ്ടായാൽ മാത്രമേ നമുക്ക് എന്താണ് ജ്ഞാനമുണ്ടാകൂ. ജ്ഞാനമുണ്ടായാൽ മാത്രമേ നമുക്ക്
മോക്ഷപ്രാപ്തിക്ക് നമുക്ക് മാർഗമുണ്ടാകൂ എന്നൊക്കെ പറയുകയാണ്. ഇത് പല പ്രാവശ്യം ഓരോ പ്രാവശ്യവും നമ്മൾ ഈ കഥ വായിക്കുന്ന സമയത്ത് എഴുത്തച്ഛൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ് സകല പാപങ്ങളിൽ നിന്നും വിമുക്തരാകാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്നാണ് ഇവിടെ എഴുത്തച്ഛൻ പറയുന്നത്. അപ്പോൾ എല്ലാ പാപവും നശിക്കും എന്ന് പറയുകയാണ്. എന്നിട്ട് എന്താണ്, സുഖം ആഗ്രഹിക്കുന്നവന് സുഖം കിട്ടും, ധനം ആഗ്രഹിക്കുന്നവന് ധനം കിട്ടും, മോക്ഷമാണ് ആഗ്രഹിക്കുന്നവന് മോക്ഷം കിട്ടും, ജയം ആഗ്രഹിക്കുന്നവന് ജയമാണ് കിട്ടുക. അപ്പോൾ ഈ അഹല്യ സ്തുതിച്ച ഈ സ്തുതി, അത് അഹല്യയെ സ്തുതിച്ച സ്തുതി ആയതുകൊണ്ടല്ല ഇത്. കാരണം എന്താണ് വേദസ്വരൂപമാണ് ഇവിടെ എഴുത്തച്ഛൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇങ്ങനെ പരമാത്മാവിനെ നമ്മൾ സ്മരിച്ചു കഴിഞ്ഞാൽ, പരമാത്മാവിനെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക്, അതായത് ഓരോരാൾക്ക് നമ്മളെന്താണോ ഇച്ഛിക്കുന്നത് അതാണ് ലഭിക്കുക. അല്ലാതെ ചില ആൾക്കാർ പറയാറില്ലേ, ശൂദ്രന്മാർ ജാതിയിൽ താണവര് ഇത് പാടാൻ വേണ്ടി പാടില്ല, വായിക്കാൻ വേണ്ടി പാടില്ല. അതൊക്കെ അത് ഇടക്കാലഘട്ടത്തിൽ ചിലരുണ്ടാക്കിയതാണ്. അതായത് ജനങ്ങളിൽ ഭിന്നത സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയാണ്. അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഏത് നമ്മൾ എടുത്തു നോക്കിയാലും, പുരാണം എടുത്തു നോക്കിയാലും ഒക്കെ ഇവിടെ എല്ലാവർക്കും അത് വായിക്കാം, പഠിക്കാമെന്നാണ് പറയുന്നത്. വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ അവിടെ പറയുകയാണ്, അവസാന ഭാഗം അത് വായിച്ചാൽ ഉള്ള ഗുണങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് പറയുന്നുണ്ട്, വേദാന്തകോ ബ്രാഹ്മണസ്യാത് ക്ഷത്രിയോ വിജയീ ഭവേത് വൈശ്യോ ധന സമൃദ്ധ സ്യാശ്രോത്ര സുഖമാപ്നിയാത്. അതായത് ബ്രാഹ്മണ്യം ആഗ്രഹിക്കുന്നവൻ, അറിവ് ആഗ്രഹിക്കുന്നവൻ, അങ്ങനെയാണ്. അതായത് വായിച്ച ബ്രാഹ്മണന്മാർക്കെല്ലാം ബ്രാഹ്മണരായിട്ട് ജനിച്ച അങ്ങനെയല്ല. അത് ബ്രാഹ്മണ്യം ആഗ്രഹിക്കുന്നവൻ, അറിവ് ആഗ്രഹിക്കുന്നവൻ എന്താണ് ഈ സഹസ്രനാമം ജപിച്ചാൽ അറിവ് കിട്ടും. പിന്നെയോ ക്ഷത്രിയൻ, അതായത് യുദ്ധമൊക്കെ ചെയ്യുന്നവൻ, രാജാവാണെങ്കിലും പോരാളിയാണെങ്കിലും ഒക്കെ, അവന് ജയം, അവൻ വിജയമാണല്ലോ ആഗ്രഹിക്കുന്നത്, ജയം കിട്ടും. പിന്നെ വൈശ്യൻ, ധനം ആഗ്രഹിക്കുന്നവന് ധനം കിട്ടും. പിന്നെ സുഖം ആഗ്രഹിക്കുന്നവന് സുഖം കിട്ടും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് കിട്ടുന്നതാണ് പറഞ്ഞത്. അത് തന്നെയാണ് ഇവിടെ എഴുത്തച്ഛനും പറയുകയാണ്. ഇവിടെ നമുക്ക് പാപമൊക്കെ നശിച്ചിട്ട് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് കിട്ടും. ഭഗവാൻ, ഈ പരമാത്മാവിനെ നമ്മൾ അറിഞ്ഞാൽ, പരമതത്വം അറിഞ്ഞാൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞു. ഇവിടെ അഹല്യക്ക് ശാപമോക്ഷം കൊടുത്തു, അഹല്യ സ്തുതി കഴിഞ്ഞു. ഉടൻ തന്നെ വിശ്വാമിത്രൻ വളരെയധികം സന്തോഷമായി. വിശ്വാമിത്രൻ പറയുകയാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് മിഥിലയിലേക്ക് പോകണം. വിശ്വാമിത്രൻ ഇവിടെ മനസ്സിലായി. വിശ്വാമിത്രനിൽ നിന്നും ഉന്നതമായിട്ടുള്ള അറിവുകൾ ലഭിച്ചതിന് ശേഷമാണ് ശ്രീരാമൻ ഇവിടെ താടക വധം നടത്തിയതിനു ശേഷം അഹല്യക്ക് മോക്ഷമൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അഹല്യക്ക് മോക്ഷമൊക്കെ കൊടുത്ത സമയത്ത് ഇവിടെ വിശ്വാമിത്രനെ പൂർണ്ണമായിട്ട് മനസ്സിലായി ഇത് ഭഗവാൻ നാരായണൻ തന്നെയാണ്. അല്ലെങ്കിൽ വിശ്വാമിത്രൻ അറിയാമായിരുന്നു. അപ്പോൾ ഇതുകൂടി സംഭവിച്ച സമയത്ത് വിശ്വാമിത്രന് വളരെയധികം സന്തോഷമായി. വിശ്വാമിത്രൻ പറയുകയാണ്, കാരണം നമുക്ക് വേഗം മിഥിലയിലേക്ക് പോകാം, അവിടെ യോഗമായയുമായിട്ട് ഈ നാരായണനെ ബന്ധിപ്പിക്കണം, അത് വിശ്വാമിത്രന്റെ ദൗത്യമാണ്. അപ്പോൾ അങ്ങനെ മിഥിലയിൽ അവിടെ യാഗം നടക്കുകയാണ്. അവിടെ ത്രയംബകം എന്ന വില്ലുണ്ട്, ശൈവചാപമുണ്ട്, അത് നമുക്ക് കാണണം എന്ന് പറഞ്ഞ് പോവുകയാണ്. അങ്ങനെ ഇവർ മിഥിലയിലേക്ക് എത്തി. കണ്ട സമയത്ത് തന്നെ ജനക മഹാരാജാവിന് വളരെയധികം സന്തോഷമായി. വിശ്വാമിത്രന്റെ കൂടെ സൂര്യചന്ദ്രന്മാരെ പോലെ തേജസ്വികളായിട്ടുള്ള 2 കുമാരന്മാർ. അപ്പോൾ ചോദിച്ചു, ഇതാരാണ്, അങ്ങയുടെ കൂടെയുള്ള കുമാരന്മാർ ആരാണെന്ന് വിശ്വാമിത്രനോട് ജനക രാജാവ് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇത് ദശരഥന്റെ പുത്രന്മാരാണ്. അവിടെ ഞങ്ങൾ യാഗം നടത്തുന്ന സമയത്ത് യാഗം മുടക്കാൻ വേണ്ടിയിട്ട് എത്തുന്ന അസുരന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ട് യാഗരക്ഷയ്ക്ക് വേണ്ടി വന്നതാണ്. ആ വരുന്ന വഴിയിൽ താടക എന്ന രാക്ഷസിയെ നിഗ്രഹിച്ചത് ഈ കുമാരന്മാരാണ്. അങ്ങനെ യാഗരക്ഷ നടത്തി വരുന്ന വഴിക്ക് അഹല്യക്ക് ശാപമോക്ഷം കൊടുത്തു. അങ്ങനെ ഇവിടത്തേക്ക് വരികയാണ്. ഇവിടെ ഒരു ശൈവചാപം, ത്രയംബകം എന്ന ശൈവചാപം ഉണ്ട് എന്നറിഞ്ഞു. അപ്പോൾ അതൊന്ന് കാണണം, ആ ആഗ്രഹത്തോടു കൂടി വരികയാണെന്ന് പറഞ്ഞു. അപ്പോൾ ജനക രാജാവ് വളരെ നല്ല രീതിയിൽ ഔപചാരികമായിട്ട് തന്നെ 3 പേരെയും സൽക്കരിച്ചിരുത്തി. എന്നിട്ട് ചാപം വരുത്തുവാൻ വേണ്ടിയിട്ട് മന്ത്രിയോട് ആജ്ഞാപിച്ചു. അങ്ങനെ പറയുകയാണ് വിശ്വാമിത്രനോട്. അപ്പോൾ ജനകം പറയുകയാണ്, ആ വില്ല് കൊലച്ചാലും എൻ്റെ മകൾ സീതയെ ഈ കുമാരനെ കൊണ്ട് ഞാൻ കല്യാണം കഴിപ്പിക്കുമെന്ന് പറയുകയാണ്. വിശ്വാമിത്രൻ പറയുകയാണ്, എല്ലാം ഈശ്വര നിശ്ചയം എന്ന് പറയുകയാണ്. കാരണം ശ്രീരാമനെ കാണുന്ന സമയത്ത് തന്നെ ജനകരാജാവിൻ്റെ ഉള്ളിലൊരു തോന്നലുണ്ടായി, ശൈവചാപം കൊലക്കാൻ വേണ്ടിയിട്ട് വന്നത് തന്നെയാണ് എന്നുള്ളൊരു തോന്നലുണ്ടായി. അപ്പോൾ ഉടൻ തന്നെ 5000-ത്തിലധികം കിങ്കരന്മാർ വലിയ ശൈവചാപം ഇങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പോൾ മന്ത്രി പറയുകയാണ്, 1000-ത്തിലധികം മണികളൊക്കെ കിട്ടിയിട്ടുള്ള ഇതാണ് ഈ ശൈവചാപം. അത്രയും വലിയ ചാപമാണ്. ഒരുപാട് രത്നങ്ങളും വസ്ത്രങ്ങളൊക്കെ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ കൊണ്ടുവന്ന് വെച്ച സമയത്ത് ശ്രീരാമചന്ദ്രൻ പോയിട്ട് ആ ശൈവചാപത്തെ വന്ദിച്ചിട്ട് വിശ്വാമിത്രനോട് ചോദിച്ചു, ഇത് എടുക്കാമോ കൊലേൽക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ വിശ്വാമിത്രൻ അനുവാദം നൽകി. അങ്ങനെ ശ്രീരാമചന്ദ്രൻ അതിനെ പ്രദക്ഷിണം വെച്ചിട്ട് അത് സാവധാനം എടുത്ത് ആ വില്ലെടുത്ത് വലിച്ച സമയത്ത്
വലിയ ഘോര ശബ്ദങ്ങളോടുകൂടി 27 ലോകങ്ങളും നടുങ്ങുന്ന ശബ്ദങ്ങളോടുകൂടി ആ വില്ല് മുറിഞ്ഞു വീണു. ഇത് കേട്ട സമയത്ത് എന്താണ്, ഈ സംഭവം നടന്ന സമയത്ത് ദേവന്മാരൊക്കെ പാട്ടും ആട്ടവും കൂത്തും ഒക്കെ ആയിട്ട് ആനന്ദിച്ചു. കാരണം അവർക്കൊക്കെ മനസ്സിലായി, കാരണം എന്താണ്, ഭഗവാൻ നാരായണൻ ഇവിടെ എന്താണ് യോഗമായിട്ട് എന്താണ് യോജിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവരുടെ പ്രാർത്ഥനയാണത്. അത് സംഭവിക്കുകയാണ് എന്നുള്ളതാണ് ഇവർ ഈ സന്തോഷത്തിൽ നിന്നും പ്രകടമാകുന്നത്. അപ്പോൾ ആകാശത്ത് നിന്നും പുഷ്പവൃഷ്ടി പൊഴിഞ്ഞു, വാദ്യഘോഷങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ എഴുത്തച്ഛൻ ഇത് പറയുന്നുണ്ട്. അതായത് ഈ വില്ലൊടിഞ്ഞതിനെ കുറിച്ച് എഴുത്തച്ഛൻ എങ്ങനെ പറഞ്ഞു, ഇടിവെട്ടിയിടും വണ്ണം വില്ലൊടിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ എന്നാണ് പറയുന്നത്. എന്നിട്ട് അവിടെ പറയുന്നുണ്ട് മൈഥിലി മയിൽപേട പോലെ സന്തോഷിച്ചാന്ന്. അതായത് ഈ വില്ല് ഒടിഞ്ഞ ഒച്ച കേട്ട സമയത്ത് രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ നടുങ്ങി. അതായത് ഈ ഇടിയുടെ ശബ്ദം കേൾക്കുന്ന സമയത്ത് ഉരകജീവികൾ, പാമ്പ് പോലുള്ള ഉരകജീവികളൊക്കെ പേടിക്കും, അവർക്ക് പേടിയാണ് ഉണ്ടാകുന്നത്. പക്ഷെ അതേ സമയത്ത് എന്താണ്, ഇടിവെട്ടുന്ന സമയത്ത് മയിൽ എന്ത് ചെയ്യും, മയിൽ നൃത്തം ചെയ്യും. കാരണം മയിലിനറിയാം മഴ പെയ്യാൻ പോവുകയാണ്, മയിലിന് സന്തോഷമാണ്. അപ്പോൾ ഇവിടെ ഒരേ കർമ്മം ചില ജീവികൾക്ക് എന്താണ് അത് പേടിപ്പെടുത്തുന്നതും മറ്റു ചില ജീവികൾക്ക് അത് സന്തോഷം ഉണ്ടാക്കുന്നതാണ്. ഇവിടെ അതാണ് മയിലിൽ നിന്നും ഉരകങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. ഈ ഇടിവെട്ടുന്ന സമയത്ത് ഉരകങ്ങൾ പേടിക്കുകയും മയില് സന്തോഷിക്കുകയും ചെയ്യുകയാണ്. അപ്പൊ അതേപോലെ ഇവിടെ എന്താണ്, ഇവിടെ ഈ വില്ലൊടിഞ്ഞ ഒച്ച കേട്ട് നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ അവർ നടുങ്ങി. അപ്പൊ എന്താണ് ഇവിടെ, പക്ഷെ മൈഥിലി എന്താണ്, മൈഥിലി മയിൽപേട പോലെ സന്തോഷിച്ചാൽ. കാരണം മൈഥിലിക്ക് അറിയാവുന്നതാണ്, മൈഥിലിക്ക് ഒരു നല്ല സമയമാണ് വരുന്നത്, അതുകൊണ്ട് മൈഥിലി മയിൽപേട പോലെ സന്തോഷിക്കുന്നു എന്നാണ് ഇവിടെ എഴുത്തച്ഛൻ പറയുന്നത്. അപ്പോൾ ഉടൻ തന്നെ എന്താണ്, സീതയെ എല്ലാവരും കൂടി അണിയിച്ചൊരുക്കി. നല്ല സ്വർണ്ണവർണ്ണമുള്ള സീതാദേവി. ആ സീതാദേവി എന്താണ് സ്വർണ്ണാഭരണങ്ങളോടും മാലയൊക്കെ ഇട്ട് സീതാദേവിയെ വളരെ നന്നായിട്ട് അണിയിച്ചൊരുക്കിയ സീതാദേവി വളരെ ലജ്ജയോടുകൂടി വലിയ മാലയുമായിട്ട് ഇങ്ങനെ മന്ദം നടന്നു വരികയാണ്, വളരെ വിനീതയായിട്ട് നടന്നു വരികയാണ്. എന്നിട്ട് അവിടെ എഴുത്തച്ഛൻ പറയുകയാണെന്നാണ്, വന്നുടൻ നേത്രോത്പല മാലയും ഇട്ടിയിടിനാൽ മുന്നേ പിന്നാലെ വരണാർത്ഥ മാലയും ഇട്ടിയിടിനാൽ എന്ന് പറയുകയാണ്. അപ്പോൾ വന്ന ഉടൻ തന്നെ എന്താണ്, നേത്രോത്പല മാല, അതായത് കണ്ണുകൊണ്ട് തന്നെ ഒരു കടാക്ഷമാല ശ്രീരാമനെ സമ്മാനിച്ചു. പിന്നീട് അതിനുശേഷമാണ് ഈ വരണ്യമാല്യം ശ്രീരാമന്റെ കഴുത്തിലോട്ട് ചാർത്തുന്നത്. അപ്പോൾ ഈ വരണ്യമാല്യം ചാർത്തിയ ശ്രീരാമൻ ഇങ്ങനെ ശോഭിച്ചു നിൽക്കുകയാണ്, വളരെ നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണ്. ശ്രീരാമൻ കാണാൻ തന്നെ വലിയ നല്ല സൗന്ദര്യമൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ ഈ വരണ്യമാല്യവും കൂടി ഇട്ട സമയത്ത് വളരെ പൂമാലയൊക്കെ ഇട്ട് നല്ല ശോഭിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും വളരെയധികം സന്തോഷത്തിലായി. അപ്പോൾ ഈ സമയത്ത് വിശ്വാമിത്രൻ ജനക മഹർഷിയോട് പറയുകയാണ്, ഉടൻ തന്നെ എന്താണ് അയോധ്യയിലേക്ക് ദൂതന്മാരെ അയക്കണം, എന്നിട്ട് ഈ വിവരം അവിടെ അറിയിക്കണം എന്നും പറയുകയാണ്. അങ്ങനെ ഉടൻ തന്നെ ജനക മഹാരാജാവിന്റെ ഒരു എഴുത്തുമായിട്ട് ദൂതന്മാർ അയോധ്യയിലേക്ക് ഓടി. അങ്ങനെ അവിടെ പോയിട്ട് ദശരഥൻ ഇത് കൊടുത്തു. അപ്പോൾ ദശരഥൻ വസിഷ്ഠനുമായിട്ട് സംസാരിച്ചു. ഉടൻ തന്നെ എന്താണ് ദശരഥ മഹാരാജാവും തൻ്റെ പത്നിമാരും വസിഷ്ഠനും വസിഷ്ഠ പത്നിയായിട്ടുള്ള അരുന്ധതി ദേവിയും പിന്നെ ശ്രീരാമന്റെ സഹോദരന്മാരായിട്ടുള്ള ഭരതനും അതുപോലെ തന്നെ ശത്രുഘ്നനും അങ്ങനെ വലിയ പടയും വലിയ ചതുരംഗ പടയൊക്കെ ആയിട്ട് വലിയ എന്താണ് ഇവിടത്തേക്ക് വരികയാണ്, മിഥിലയിലേക്ക് വരികയാണ്. അപ്പോൾ ഇങ്ങനെ മിഥിലയിലേക്ക് ഇവരെത്തിയ സമയത്ത് ഇവിടെ മിഥിലയിലേക്ക് എത്തി. ജനക മഹാരാജാവ് ഇവരെ വളരെ സന്തോഷത്തോടു കൂടി ഇവരെ സ്വീകരിച്ചു. ആ സ്വീകരിച്ച സമയത്ത് തന്നെ ഇവിടെ ശ്രീരാമന്റെ അനുജന്മാരായിട്ടുള്ള ഭരതനും ശത്രുഘ്നനും വന്നപാട് തന്നെ അതാണ് ജ്യേഷ്ഠനായിട്ടുള്ള ശ്രീരാമന്റെ പാദം നമസ്കരിച്ചു. ലക്ഷ്മണനും ശത്രുഘ്നനും ഒരേ പ്രായമാണ്, ഭരതനാണ് ഇവിടെ രണ്ടാമനാണ്. അപ്പൊ ലക്ഷ്മണൻ എന്ത് ചെയ്തു, ഉടൻ തന്നെ ഭരതന്റെ പാദം നമസ്കരിച്ചു. അങ്ങനെ ഇവരെല്ലാവരും എന്താണ് ഈ ജനകന്റെയും വിശ്വാമിത്രന്റെയും ഒക്കെ പാദം നമസ്കരിച്ചു. അപ്പൊ ഈ പാദ നമസ്കാരം എന്നുള്ളത് നമ്മുടെ ഒരു സംസ്കാരമാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ എന്താണ് പാദം നമസ്കരിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്നും കുട്ടികൾ എന്താണ് ചില വിശേഷ ദിവസങ്ങളിൽ ചില സ്കൂളുകളിൽ ഈ അധ്യാപകരുടെ ഒക്കെ പാദം നമസ്കരിക്കുന്ന സമയത്ത് ചില പത്രങ്ങളിലും ചില മീഡിയകളിലൊക്കെ വരും റാഗിങ്, അതായത് നിർബന്ധിച്ചിട്ട് ചെയ്യിക്കുന്ന രീതിയിൽ ഇങ്ങനെ പീഡിപ്പിക്കാവോ എന്നെല്ലാം വരും. അതൊക്കെ എന്താണ്, അതൊക്കെ നമ്മുടെ സംസ്കാരത്തിന് നേരെയുള്ള കൂരമ്പുകളാണ്. ഇത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്, മുതിർന്നവരെ ആദരിക്കുക എന്നുള്ളത്. ഇവിടെ ശ്രീരാമനും ലക്ഷ്മണനും ഭരതനൊക്കെ ഓരോ ദിവസത്തിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അനുജന്മാർ. പക്ഷെ ഇവിടെ നോക്കുക, ഇവിടെ എങ്ങനെയാണ് എഴുത്തച്ഛൻ പറഞ്ഞത്, ഇവരുടെ പാദങ്ങളൊക്കെ നമസ്കരിക്കുകയാണ്. അപ്പൊ ഇതൊന്നും എന്താണ്, ഇതൊന്നും റാഗിങ് ഒന്നുമല്ല, ഇത് നമ്മുടെ സംസ്കാരമാണ്. മുതിർന്നവരെ ആദരിക്കുക ബഹുമാനിക്കുക എന്നുള്ളത് നമ്മുടെ സംസ്കാരമാണ്. അപ്പോൾ ജനക മഹാരാജാവ് ദശരഥനോട് പറഞ്ഞു, എനിക്ക് 4 പെൺമക്കളുണ്ട്, അങ്ങേക്ക് 4 പുത്രന്മാരുമുണ്ട്, ഞാൻ തയ്യാറാണ് എൻ്റെ പെൺമക്കളെ അങ്ങേക്ക് കല്യാണം കഴിച്ചു തരാനെന്ന് പറയുകയാണ്. അപ്പോൾ ദശരഥ മഹാരാജാവ് അതിന് സമ്മതിക്കുകയാണ്. എന്നിട്ട് വസിഷ്ഠനും അതുപോലെ തന്നെ ജനക മഹാരാജാവിൻ്റെ കുലഗുരുവുമായിട്ടുള്ള ശതാനന്ദനും ഒക്കെ
മുഹൂർത്തം കുറിക്കുകയാണ്, കല്യാണത്തിലുള്ള മുഹൂർത്തം കുറിക്കുകയാണ്. അതിനുശേഷം വലിയ ഹോമമൊക്കെ നടന്നതിന് ശേഷം ഇവിടെ ഈ 4 കുമാരന്മാരുടെയും 4 കുമാരിമാരുടെയും പരിണയം നടക്കുകയാണ്. സീതാദേവി ശ്രീരാമദേവനെ പരിണയിച്ചു. അതുപോലെ തന്നെ ഊർമിള, ശ്രുതകീർത്തി, മാണ്ഡവി, ഈ 3 പെൺമക്കളാണ് അവിടെ മിഥിലയിലുള്ളത്. അവർ യഥാക്രമം ഭരതനെയും ലക്ഷ്മണനെയും അതുപോലെ തന്നെ ശത്രുഘ്നെയും, അതായത് ലക്ഷ്മണൻ ഊർമിളയെ പരിണയിച്ചു, ശ്രുതകീർത്തിയെയും മാണ്ഡവിയെയും ഭരത ശത്രുഘ്നന്മാരും പരിണയിച്ചു. അപ്പം അങ്ങനെ അവരുടെയൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഇവിടെ എന്നിട്ട് ജനകൻ വിശ്വാമിത്രനോട് പറയുകയാണ്, പിന്നെ സീതയുടെ ചരിത്രം പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് പറയുകയാണ്, സീതയെ നിലമൊഴുകുന്ന സമയത്താണ് സീതയെ യാഗഭൂമിയിൽ നിന്നാണ് കിട്ടിയത്. അപ്പം അങ്ങനെ യാഗഭൂമിയിൽ കിട്ടിയ പുത്രിയാണ് സീത. ഒരു ദിവസം നാരദ മഹർഷി ഇവിടെ വന്ന സമയത്ത് പറയുന്നു, രാവണൻ തുടങ്ങിയിട്ടുള്ള രാക്ഷസന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ശ്രീരാമദേവനായിട്ട് മഹാവിഷ്ണു അവതരിക്കും. അപ്പോൾ അവിടെ അവിടെ മനുഷ്യവേഷം ധരിച്ച മഹാവിഷ്ണുവിന് അങ്ങയുടെ പുത്രിയെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആലോചിച്ചു, എങ്ങനെയാണ് എൻ്റെ മകളെ ശ്രീരാമചന്ദ്രൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക, അതിനെന്താണ് ഉപാധി? അങ്ങനെയാണ് ഞാൻ ഈ ശൈവചാപം ഒടിച്ചവർക്ക് മാത്രമേ എൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കൂ എന്ന് തീരുമാനിച്ചത്. അങ്ങനെയാണ്. ഇപ്പോൾ ഭാഗ്യം കൊണ്ട് അതൊക്കെ സംഭവിച്ചിരിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്നത് എനിക്കറിയാം, ഇത് മഹാവിഷ്ണുവാണ്, എൻ്റെ മകൾ യോഗമായയാണ്, അവരുടെ സംയോഗമാണ് ഇപ്പോൾ ഇവിടെ നടന്നത് എന്നുള്ള രീതിയിൽ പറയും. എന്നിട്ട് ജനക മഹാരാജാവ് ശ്രീരാമദേവനോട് പറയുകയാണ്, എൻ്റെ ഈ മനുഷ്യജന്മം സഫലമായി. അങ്ങ് യോഗമായയോട് കൂടിയിട്ടാണുള്ളത് എന്ന് എനിക്കറിയാം. എനിക്ക് അങ്ങേലുള്ള ഭക്തിയെ വേണ്ടു, അങ്ങനെ എനിക്ക് മോക്ഷപ്രാപ്തി കൈവരിച്ചാൽ മതി എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുകയാണെന്താണ്, അങ്ങയെ സേവിച്ച് ബ്രഹ്മാവ് ലോക സൃഷ്ടി നടത്തുന്നു, അതുപോലെ തന്നെ ശിവൻ ലോകസംഹാരം നടത്തുന്നു, അതുപോലെ തന്നെ മഹാബലി ഇന്ദ്രപദവി കൈവരിക്കുന്നു, അഹല്യയ്ക്ക് ശാപമോക്ഷം ലഭിക്കുന്നു. അങ്ങനെയുള്ള അങ്ങയെ സ്മരിക്കാൻ എനിക്കെന്നും ഇടവരണം എന്നുള്ള ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ എന്ന് ഇവിടെ ജനക മഹാരാജാവ് ശ്രീരാമനോട്, തൻ്റെ അനന്തരവനായിട്ടുള്ള ശ്രീരാമനോട് പറയുകയാണ്. ജനക മഹാരാജാവിന് മനസ്സിലായി ഇതാണ് മഹാവിഷ്ണു ശ്രീരാമനായിട്ട് അവതരിച്ചതാണെന്ന് മനസ്സിലായി. പക്ഷെ നമ്മൾ ഈ മാനുഷികമായിട്ടുള്ള ഒരു കഥ നോക്കുന്ന സമയത്ത് ആ കഥാഗതി അങ്ങനെ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ എഴുത്തച്ഛൻ ഇടയിലിടയിൽ നമ്മൾക്കിങ്ങനെ സൂചിപ്പിച്ച് തരും, ഇത് മഹാവിഷ്ണുവാണ് പരബ്രഹ്മമാണ് എന്ന് നമുക്കിങ്ങനെ സൂചിപ്പിച്ചു തരികയാണ്. പിന്നെ ബാക്കി കഥയിലോട്ട് നടക്കുകയാണ്. ഇവിടെ തിരിച്ച് അയോധ്യയിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് സീതയല്ല 4 പെൺമക്കളെ അയോധ്യയിലോട്ട് പറഞ്ഞേക്കാണ്. 2 മക്കൾ കുശധ്വജന്റെ മക്കളാണ്. ഈ ജനക മഹാരാജാവിന്റെ അനുജനായിട്ടുള്ള കുശധ്വജന്റെ മക്കളാണെന്നും പാഠഭേദമുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ധനമൊക്കെ കൊടുത്തു വിടുന്നുണ്ട്. 600ഓളം ആനകൾ, അതുപോലെ തന്നെ 10,000 തേരുകൾ. രാജാക്കന്മാർക്ക് അതൊക്കെ ആവശ്യമാണല്ലോ. 1,00,000-ലധികം കുതിരകളെ കൊടുക്കുന്നുണ്ട്. പിന്നെ 1,00,000-ലധികം കാലാൾപ്പടയെ കൊടുക്കുന്നുണ്ട്. 300-ലധികം ദാസിമാരെ കൊടുക്കുന്നുണ്ട് ഇവരെ സേവിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പല ദിവ്യ വസ്ത്രങ്ങളും മുത്തമാലകളും രത്നങ്ങളും 100 കോടി സ്വർണ്ണ ചുമടും ഒക്കെ കൊടുത്തിട്ടാണ് തൻ്റെ പെൺമക്കളെ അയോധ്യയിലേക്ക് ജനക മഹാരാജാവ് പറഞ്ഞയക്കുന്നത് എന്നാണ് ഇവിടെ എഴുത്തച്ഛൻ വിവരിക്കുന്നത്. അങ്ങനെ ഇവർ ഇതൊക്കെ ആയിട്ട് യാത്രക്ക് ഒരുങ്ങി നിൽക്കുകയാണ്. അങ്ങനെ ആ യാത്രക്ക് ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് ജനക മഹാരാജാവ് തൻ്റെ പുത്രിമാരെ വിളിച്ചിട്ട് ഇവർക്ക് പതിവ്രതാധർമ്മം ഉപദേശിച്ചു കൊടുക്കുകയാണ്. അതായത് കല്യാണം കഴിഞ്ഞ് പെൺമക്കൾ ഭർത്തൃ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് മാതാപിതാക്കന്മാർ തങ്ങളുടെ പെൺമക്കളെ പതിവ്രതാധർമ്മം ഉപദേശിച്ചു കൊടുത്തതിന് ശേഷമാണ് യാത്ര അയക്കാറ് എന്നുള്ളത് നമ്മുടെ ഒരു സംസ്കാരമായിട്ട് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ ഏത് രീതിയിലാണ് ഭാര്യയായിട്ട് ജീവിക്കേണ്ടത് എന്നുള്ള രീതിയിലുള്ള ഒരു ഉപദേശം ആ പോകുന്ന സമയത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ആ ഉപദേശം കൊടുത്ത സമയത്ത് പിതാവിൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങി പാദമൊക്കെ തൊട്ട് നമസ്കരിച്ചിട്ടാണ് ഇവർ പോകുന്നത്. അങ്ങനെ ഈ യാത്ര ഇങ്ങനെ ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് ഈ വന്ന പടയും ഒക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടുന്ന് കുറേ പടകളും ഉണ്ടായിരുന്നു. 1,00,000-ഓളം കാലാളൊക്കെ ആയിട്ട് വലിയ പടയായിട്ട് പോവുകയാണ്, വലിയ വാദ്യഘോഷങ്ങളോടൊക്കെ കൂടി പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് തന്നെ ചില ദുർനിമിത്തങ്ങൾ ഇങ്ങനെ കാണാൻ വേണ്ടി തുടങ്ങി. ദുർനിമിത്തങ്ങൾ കാണുന്ന സമയത്ത് ദശരഥ മഹാരാജാവിനൊരു ശങ്കയുണ്ടായി. ഇതെന്താണെന്ന് വസിഷ്ഠനോട് ചോദിക്കുകയാണ്. അപ്പോൾ വസിഷ്ഠ മഹർഷി പറയുകയാണ്, ചില ദുർനിമിത്തങ്ങൾ കാണുന്നുണ്ട്, പേടിക്കാനൊന്നുമില്ല, ഒരു ചെറിയൊരു പേടി വരും, പക്ഷെ ആ പേടി നീങ്ങിപ്പോവും, അതുകൊണ്ടൊന്നും പേടിക്കാനില്ല, നല്ലതേ വരൂ, അതുകൊണ്ട് കീർത്തി ഉണ്ടാകുമെന്ന് പറയുകയാണ്. അപ്പം അങ്ങനെ പറഞ്ഞ് കുറച്ച് മുമ്പോട്ട് പോകുന്ന സമയത്താണ് അവിടെ കാണുന്നത് പരശുരാമൻ, കോപിഷ്ഠനായിട്ട് പരശുരാമൻ ഇങ്ങനെ അമ്പും വില്ലും മഴുവും ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പരശുരാമൻ ശ്രീ പരമേശ്വരന്റെ ശിഷ്യനാണ്, കോപിച്ചുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇത് കണ്ട സമയത്ത് തന്നെ ദശരഥ മഹാരാജാവിൻ്റെ ഉള്ളൊന്ന് കാളി. അദ്ദേഹം
എന്താ ക്ഷത്രിയാന്തകനാണ് പരശുരാമൻ. അപ്പോൾ പേടിയുണ്ട്. ദശരഥ മഹാരാജാവും ക്ഷത്രിയനാണല്ലോ. അപ്പോൾ ഉടനെ തന്നെ എന്താണ്, വേഗം തേരിന്നിറങ്ങി ഓടിപ്പോയിട്ട് പരശുരാമൻ്റെ മുന്നിൽ സാഷ്ടാംഗം അങ്ങോട്ട് വീണു. എന്നിട്ട് പരശുരാമനെ സ്തുതിച്ചു. അതാണ് കാർത്തികവീരാർജുന നിഗ്രഹം നടത്തിയവനെ, എന്താണ് ക്ഷത്രിയാന്തക, ജമദഗ്നിയുടെയും രേണുകയുടെയും പുത്ര എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്തുതിക്കുകയാണ്. പക്ഷെ പരശുരാമൻ ഇതൊക്കെ കേൾക്കുന്നുണ്ടോ? പരശുരാമൻ ഇങ്ങനെ കോപം കൊണ്ട് നോക്കിയാണ്. പരശുരാമൻ ദശരഥ മഹാരാജാവിൻ്റെ മുഖത്ത് പോലും നോക്കിയില്ല. നേരെ നോക്കുന്ന ആരാണ്? രാമനെയാണ്, ശ്രീരാമനെ നോക്കിയാണ്. ശ്രീരാമനെ നോക്കിയിട്ട് പരശുരാമൻ പറയുകയാണ്, ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ എന്ന് ചോദിക്കുകയാണ്. രാമൻ ഞാനാണ്, പിന്നെ നീ ഏത് രാമനാന്ന് ചോദിക്കുകയാണ്. ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ ചോദിക്കുകയാണ്. നീ ക്ഷത്രിയനല്ലേ? നീ ക്ഷത്രിയനാണെങ്കിൽ എന്നോട് യുദ്ധം ചെയ്യും. നീ വലിയ വില്ല് ഉപയോഗിക്കാൻ നീ വലിയ സമർത്ഥനാണെന്ന് ഞാൻ കേട്ടു. നീ എന്താണ് എൻ്റെ ഗുരുവായിട്ടുള്ള ശ്രീപരമേശ്വരൻ്റെ ശൈവജാപം ത്രയംബകം ഒടിച്ചിട്ടൊക്കെയാണ് ഇങ്ങോട്ട്, പരാക്രമം കാണിച്ചിട്ടൊക്കെയാണ് ഇങ്ങോട്ട് വരുന്നത് എന്ന കാര്യം ഞാൻ അറിഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അത്ര വലിയ ശക്തിയുള്ള ആളാണെങ്കിൽ നീ ഈ വില്ലൊന്ന് കൊലക്ക്. ഇനി നിനക്കതിനെ പറ്റിയില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറയുകയാണ്. നമ്മൾ പണ്ടേ ശത്രുക്കളാണ്. കാരണം ഞാൻ ക്ഷത്രിയാന്തകനാണ്. നിന്റെ വർഗത്തിലുള്ള ആൾക്കാരൊക്കെ കൊന്നിട്ടുള്ള ആളാണ് ഞാൻ, ക്ഷത്രിയാന്തകനാണ്. അതുകൊണ്ട് എനിക്ക് നിന്നോട് മിത്രഭാവമൊന്നുമില്ല, നമ്മൾ ശത്രുതയിലാണുള്ളത് എന്ന് ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഭൂമി മുഴുവൻ ഇങ്ങനെ കുലുങ്ങിയാണ്. പർവ്വതങ്ങളൊക്കെ ഇങ്ങനെ ഇളകുകയാണ്. എല്ലാ സ്ഥലത്തും ഇരുട്ടൊക്കെ വ്യാപിക്കുകയാണ്. സമുദ്രങ്ങളിലൊക്കെ ഇങ്ങനെ തിരമാലകൾ, കൂറ്റൻ തിരമാലകളൊക്കെ ഇങ്ങനെ വരികയാണ്. ദശരഥനാണെങ്കിൽ ഇങ്ങനെ പേടിച്ച് വിറച്ചു നിൽക്കുകയാണ്. വസിഷ്ഠനാകെ ദുഃഖിതനായിട്ട് നിൽക്കുകയാണ്. വസിഷ്ഠനെ എല്ലാം അറിയാം, ജ്ഞാനിയാണെങ്കിലും വസിഷ്ഠനെ ഇതൊക്കെ കാണുന്ന സമയത്ത്, ഈ രംഗമൊക്കെ കാണുന്ന സമയത്ത് ദുഃഖം വരികയാണ്. വസിഷ്ഠൻ ദുഃഖിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ശ്രീരാമന് യാതൊരു ഭാവമാറ്റവുമില്ല. ശ്രീരാമൻ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ പരശുരാമനോട് പറയുകയാണ്, മഹാന്മാർ ഇങ്ങനെ കുട്ടികളോട് കാണിക്കാൻ തുടങ്ങിയാൽ ഇത് എവിടെ പോയി നിൽക്കും? എങ്ങനെ ധർമ്മം പാലിക്കപ്പെടും എന്ന് ചോദിക്കുകയാണ്. അങ്ങ് വലിയ മഹാനല്ലേ, അങ്ങ് ഇങ്ങനെ, ഞാനൊക്കെ ചെറിയ കുട്ടിയല്ലേ, എന്നോട് ഇങ്ങനെ കാണിച്ചാൽ എന്താണ് സംഭവിക്കുക? ഇങ്ങനെ കാണിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ക്ഷത്രിയനാണ്, ശസ്ത്രാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ അതിൽ അത്ര വലിയ മികവുള്ള ആളൊന്നുമല്ല, സാധാരണക്കാരനാണ് എന്ന് പറയുകയാണ്. ഇനി ഇതൊക്കെ ആണെങ്കിലും അങ്ങയുടെ തീരുമാനം ലംഘിക്കാൻ എനിക്ക് സാധിക്കുമോ? അങ്ങയുടെ തീരുമാനം ലംഘിക്കാൻ ശ്രീ പരമേശ്വരന് പോലും സാധിക്കില്ല. പിന്നെ ഞാൻ എങ്ങനെ അങ്ങയുടെ തീരുമാനം ലംഘിക്കും? അപ്പോൾ അതുകൊണ്ട് അങ്ങ് പറഞ്ഞത് ചെയ്യുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറ്റൂ, മറ്റൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ ശ്രമിച്ചു നോക്കാം, വില്ല് കൊലക്കാൻ പറ്റുമോ എന്ന് ഞാൻ ശ്രമിച്ചു നോക്കാം എന്ന് പറയുകയാണ്. പക്ഷേ ഞാൻ വില്ല് കൊലച്ചാൽ അങ്ങ് എനിക്ക് ലക്ഷ്യം കാണിച്ചു തരണം എന്ന് പറയുകയാണ്. അങ്ങനെ ആ വൈഷ്ണവ ചാപം വാങ്ങിയിട്ട് ശ്രീരാമൻ ആ വില്ല് കൊലക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, എനിക്ക് ലക്ഷ്യം കാണിച്ചു തരുമെന്ന് പറയുകയാണ്. അപ്പോൾ ഈ ലക്ഷ്യം കാണിച്ചു തരുമെന്ന് പറയുന്ന സമയത്ത് പരശുരാമൻ അറിയാമായിരിക്കാം, നേരത്തെ തന്നെ ഈ വരുന്നത് എന്താണ്, മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെന്നൊക്കെ അറിയാമായിരിക്കാം. അപ്പോൾ പരശുരാമൻ എന്താണ്, ഇങ്ങനെ കൂപ്പ് കൈയോടുകൂടി ശ്രീരാമൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ജാനകി പദേ ലക്ഷ്മീകാന്ത ആത്മാരാമ എന്നൊക്കെ അങ്ങനെ പറയുകയാണ്. അങ്ങനെയൊക്കെ ശ്രീരാമദേവനെ സ്തുതിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഞാൻ പണ്ട് ബാല്യത്തിൽ ചക്രതീർത്ഥം എന്ന് പറയുന്നത് ഒരു തീർത്ഥസ്നാനത്തിൻ്റെ പേരാണ്, ചക്രതീർത്ഥം എന്നുള്ളത്. അവിടെ തീർത്ഥസ്നാനത്തിൽ ഞാൻ ചക്രതീർത്ഥത്തിൽ ഞാൻ ഒരുപാട് നാൾ തപസ് ചെയ്തു, മഹാവിഷ്ണുവിനെ തപസ് ചെയ്തു. അങ്ങനെ തപസ് ചെയ്ത് ഇന്ദ്രിയ നിഗ്രഹങ്ങളൊക്കെ നടന്ന സമയത്ത്, അതായത് ഒന്നിനും താല്പര്യമില്ലാത്ത രീതിയിൽ പൂർണ്ണമായിട്ടും ഭഗവാനിൽ മനസ്സ് കേന്ദ്രീകരിക്കപ്പെട്ട സമയത്ത് മഹാവിഷ്ണു എൻ്റെ മുന്നിൽ പ്രത്യക്ഷനായി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ തേജസ് നിന്നിലേക്ക് ഞാൻ തരുന്നു, നിനക്ക് പല കാര്യങ്ങളും നിർവഹിക്കാനുണ്ട്. കാരണം ആ കാര്യങ്ങൾ നിർവഹിക്കാനാണ് മഹാവിഷ്ണു തൻ്റെ തേജസ് പരശുരാമന് കൊടുക്കുന്നത്. അപ്പം നിനക്ക് പല കാര്യങ്ങളും നിർവഹിക്കാനുണ്ട്. നീ ഹേഹയ രാജാവായിട്ടുള്ള കാർത്തികവീരാർജുനെ നിഗ്രഹിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം പരശുരാമന്. പിന്നെ 21 പ്രാവശ്യം നീ ക്ഷത്രിയ വംശം നിഗ്രഹിക്കേണ്ടി വരും. അതൊക്കെ നിന്നിലുള്ള കർത്തവ്യങ്ങളാണ്. എന്നിട്ട് ഭൂമി കശ്യപന് നീ ദാനം ചെയ്യണം. പിന്നീട് നീ തപോനിഷ്ഠനാവണം എന്ന് പറയുകയാണ്. ഇത്രയും കാര്യങ്ങൾ നിന്നെ ഏൽപ്പിച്ച ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം നീ തപസ്സിലേക്ക് പോകണം എന്ന് പറയാണ്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തപസ്സിരിക്കുകയായിരുന്നു പരശുരാമൻ. എന്നിട്ട് പറയാണ്, ത്രേതായുഗത്തിൽ ഞാൻ ശ്രീരാമനായിട്ട് ജനിക്കും, ദശരഥപുത്രനായിട്ട് ഞാൻ ജനിക്കും. ആ സമയത്ത് ഈ തേജസ് നീ ആ ശ്രീരാമനിലേക്ക് സന്നിവേശിപ്പിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇതുവരെ എല്ലാവർക്കും അറിയാം ശ്രീരാമൻ ഭഗവാന്റെ അവതാരമാണെങ്കിലും ഈ തേജസ് സന്നിവേശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പരശുരാമൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആ തേജസ് നീ ശ്രീരാമനിലേക്ക് സന്നിവേശിപ്പിക്കണം എന്ന് പറയുകയാണ്, അതിലേക്ക് ലയിപ്പിക്കണം എന്ന് പറയുകയാണ്. എന്നിട്ടോ പിന്നെ നീ തപസ് ചെയ്യണം. അതിനുശേഷം നീ തപസ് ചെയ്യുക എന്ന് പറയുകയാണ്. അങ്ങനെ ഏതുവരെയാണ് തപസ് ചെയ്യേണ്ടത്? ബ്രഹ്മപ്രളയം വരെ നീ തപസ് ചെയ്യണം.
അപ്പോൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം ഇവിടെ ഇപ്പോൾ തേജസ് ശ്രീരാമനെ ലയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പരശുരാമൻ എത്തിയിട്ടുള്ളത്. പറയുകയാണ്, ഞാൻ എൻ്റെ ഉദ്യമങ്ങളൊക്കെ പൂർത്തിയാക്കി, ഇനി ഈ വൈഷ്ണവ തേജസ് എന്താണ് ഞാൻ നിന്നിലേക്ക് ലയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വില്ല്, എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടുള്ള വില്ല് ഞാൻ നിനക്ക് തന്നത്. എന്താണ് വൈഷ്ണവ ചാപം ശ്രീരാമനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിനാണ് ഇവിടെ പരശുരാമൻ എത്തിയത്. എന്നിട്ട് പറയുകയാണ്, എൻ്റെ ജന്മം സഫലമായി, കൃതാർത്ഥമായി. എന്താണ് ബ്രഹ്മാദി ദേവകളുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥന കൊണ്ടാണ് നീ അവതരിച്ചത് എന്നുള്ള കാര്യം എനിക്കറിയാം. നിന്റെ മായാബലം കൊണ്ട് നീ ആ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കുക എന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാണ് രാവണ നിഗ്രഹം അടക്കമുള്ള രാക്ഷസന്മാരെ മുഴുവൻ നിഗ്രഹിക്കാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിന്റെ മായാബലം കൊണ്ട് നീ അതൊക്കെ പൂർത്തിയാക്കുക എന്നൊക്കെ പരശുരാമനോട് പറയുകയാണ്. എന്നിട്ട് പറയാണ്, അങ്ങയുടെ നിർമ്മല രൂപം, മഹാവിഷ്ണുവോട് പറയുകയാണത്, അവിടെ ശ്രീരാമനല്ല മാറി മഹാവിഷ്ണുവോട് പറയാണ്, അങ്ങയുടെ നിർമ്മല രൂപം കാണാൻ എന്താണ് എനിക്ക് ഭാഗ്യമുണ്ടായി, ഞാൻ ധന്യനായി, ഞാൻ കൃതാർത്ഥനായി എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുന്നത്, അജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്ന, അതായത് നമ്മൾക്ക് അജ്ഞാനത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ് എന്താണ് ജനനം, അതുപോലെ തന്നെ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം എന്നീ 6 കാര്യങ്ങൾ. അപ്പോൾ അത് എന്താണ് മരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് നിനക്കില്ല. പക്ഷെ അതെന്താണ് അജ്ഞാനത്തിൽ നിന്നാണ് നമുക്ക് തോന്നുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. കാരണം ഇതൊക്കെ ഭഗവാന്റെ ചൈതന്യമാണല്ലോ, ജീവാത്മാവും പരമാത്മാവും ഒക്കെയാണ്, ഒരു ജീവനിലുള്ളതാണ്. പരമാത്മാവിനും ഈ കാര്യങ്ങളൊന്നുമില്ല, ഈ 6 കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഉണ്ടെന്ന് നമുക്ക് തോന്നുകയാണ് ചെയ്യുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ എന്താണ് മോക്ഷപ്രദനാണ് അങ്ങ്, അതായത് തീയിൽ പുക പോലെ, വെള്ളത്തിൽ ചെറിയ നുര പോലെ അങ്ങയിൽ കാണുന്ന മഹാമായ വൈഭവം അത് വളരെ അത്ഭുതമാണ് എന്ന് പറയുകയാണ്. മായയാൽ ആവരണം ചെയ്തിരിക്കപ്പെട്ടിരിക്കുന്നിടത്തോളം കാലം എന്താണ് ലോകത്തിൽ അങ്ങയുടെ തത്വം ആർക്കും അറിയാൻ പാടില്ല. അപ്പോൾ നമ്മൾക്ക് ഭഗവാന്റെ തത്വം അറിയാൻ പറ്റാത്തത് എന്താണ് മായയാൽ ആവരണം ചെയ്തിരിക്കപ്പെടുന്നത് കൊണ്ടാണ്. അപ്പോൾ അത് മറന്നു വെക്കണമെങ്കിൽ എന്താണ് നമുക്ക് ജ്ഞാനം ഉണ്ടാവണം. അപ്പോൾ സത്സംഗം കൊണ്ട് നമുക്ക് ആദ്യം ജ്ഞാനം ഉണ്ടാവാൻ എന്താണ് ചെയ്യേണ്ടത്? സത്സംഗം ഉണ്ടാവണം. ഈ സത്സംഗം കൊണ്ടെന്നുണ്ടാവും, സത്സംഗം കൊണ്ട് ഭക്തി ഉണ്ടാവും എന്ന് പറയാണ്. അപ്പോൾ സത്സംഗം കൊണ്ടുണ്ടാകുന്ന ഭക്തിയോടെ നിന്നെ ആരാധിക്കുന്ന മനുഷ്യർ നിന്റെ മായ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ സംസാര സാഗരം തരണം ചെയ്യും എന്ന് പറയുകയാണ്. അപ്പോൾ പിന്നീട് എന്താണ്, പിന്നീട് നിന്റെ ജ്ഞാനത്തിൽ തൽപരരായിട്ടവരുടെ അജ്ഞാനം നീക്കാൻ വേണ്ടിയിട്ട് ഒരു ഗുരു ഉണ്ടാവണം. അപ്പോൾ ആ ഗുരുവിൽ നിന്നാണ് നമ്മൾക്ക് ഈ അജ്ഞാനം നീങ്ങിയിട്ട് നമുക്ക് ജ്ഞാനം കിട്ടും. അപ്പോൾ അങ്ങനെ ജ്ഞാനം ലഭിക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ കർമ്മബന്ധത്തിൽ നിന്നും വിമുക്തരാകും. അപ്പോൾ ഭക്തി ഇല്ലെങ്കിൽ എന്താണ്, ഭക്തി ഇല്ലെങ്കിൽ ഈ എത്ര കോടി ജന്മങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും മോക്ഷം ലഭിക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ എത്തിച്ചാൽ ഇങ്ങനെ പറയുകയാണ്, ഈ ഓരോ ഭാഗങ്ങളിൽ ഈ കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ആദ്യം ഭക്തി ഉണ്ടാവണം. ഭക്തി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കിത് പഠിക്കണം എന്ന് തോന്നും. പഠിക്കണം എന്ന് തോന്നുന്ന സമയത്ത് നമ്മളൊരു ഗുരുവിൻ്റെ അടുത്തേക്ക് എത്തും. പണ്ട് ഗുരുവിൻ്റെ അടുത്തേക്ക് പോകുന്നത് എന്താണ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട്. അപ്പോൾ ആ മാർഗങ്ങൾ ഉപയോഗിച്ച് പഠിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ജ്ഞാനം ഉണ്ടാവും. അങ്ങനെ ജ്ഞാനം എന്താണ് മോക്ഷത്തിലേക്കുള്ള മാർഗമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മോക്ഷം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾക്ക് ചില സമയത്ത് തോന്നും മരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ മരണാനന്തര കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഈ മരണാനന്തര കർമ്മങ്ങൾ ഈ മരിച്ച ആത്മാവിന് മോക്ഷം കിട്ടാനല്ലേ. അപ്പോൾ ജ്യോത്സ്യരൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് പറയുമല്ലോ, ആ മോക്ഷത്തിലായി എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ അത് മോക്ഷമല്ലേ? ഇവിടെ എന്താണ്, അത് ശരിക്കും മോക്ഷമല്ല. മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്, മോക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ജന്മങ്ങൾ കഴിഞ്ഞിട്ട് ജന്മമില്ലാത്ത അവസ്ഥയിലേക്ക്, അതായത് പരബ്രഹ്മത്തിലേക്ക് ലയിക്കുന്ന അവസ്ഥയിലേക്ക് തന്നെയാണ് മോക്ഷം എന്ന് പറയുന്നത്. അതുവരെ എന്താണ്, അതുവരെ പുനർജന്മങ്ങൾ ഉണ്ടാവും. പൂന്താരൊക്കെ പാടിയിട്ടില്ലേ, ഈച്ച ചത്തൊരു പൂച്ചയായിടും, എന്താണ് പുലി ചത്ത് നെരിയായി പിറക്കും, നാല് ചത്ത് ഉടനെ ഒരിയായി പിറക്കും, അങ്ങനെ പല ജന്മങ്ങൾ മാറി മാറി വരും. അപ്പം നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന എന്താണ്, നമ്മളൊക്കെ മോക്ഷം കിട്ടിയില്ല. നമ്മൾ മോക്ഷപ്രാപ്തി പരമാത്മാവിൽ ലയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാവും ഇല്ല. നമ്മൾ ഓരോ ജന്മങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഇരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇനി എന്താണ്, ഇനി മോക്ഷം ലഭിക്കുക എന്ന് വെച്ചാൽ പിന്നീട് പുനർജന്മം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് ഭഗവത്ഗീതയിൽ. എന്താണ് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് പറയുന്നത്, ജന്മകർമ്മചമേ ദിവ്യം ഏവം യോ വേത്തി തത്വത ത്യക്താദേഹം പുനർജന്മ നൈതി മാമേതി സോർജുനാണ്. അതായത് ജന്മകർമ്മജമേ ദിവ്യം, എൻ്റെ ദിവ്യമായിട്ടുള്ള ജന്മകർമ്മങ്ങൾ ഏവം യോവേത്തി തത്വത, ഏതൊരുവനാണ് തത്വത്തിൽ ഗ്രഹിക്കുന്നത്, ത്യക്താദേഹം പുനർജന്മ, ദേഹം ത്യജിച്ചു കഴിഞ്ഞാൽ പിന്നെ പുനർജന്മ നൈതി, പുനർജന്മമില്ല, മാമേതി എന്നിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്, സോ അർജുന, അല്ലയോ അർജുന എന്ന് പറയുന്നത്. അപ്പൊ അതാണ് മോക്ഷം. അല്ലാതെ മരിച്ചു കഴിഞ്ഞിട്ട് ഇത് മോക്ഷം അതല്ല. അത് എന്താണ്, അത് പുനർജന്മത്തിലേക്കുള്ള നമ്മുടെ ആ ശരീരത്തിൽ നിന്നും, നമ്മുടെ അതുവരെയുണ്ടായ ശരീരത്തിൽ നിന്നും ആത്മാവ് പൂർണ്ണമായിട്ട് വിട്ടു എന്ന് പറയുന്ന രീതിയിലാണ്. പിന്നെ ആത്മാവിന്റെ യാത്രയാണത്. അതൊക്കെ എന്താണ് എഴുത്തച്ഛൻ പറയുന്നുണ്ട്. അതാണ് സമ്പാദി വാക്യത്തിൽ. അവിടെ എഴുത്തച്ഛൻ ഇത് വളരെ
ഭംഗിയായിട്ട് പറയുന്നുണ്ട് സമ്പാദി വാക്യം എത്തുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും അതെങ്ങനെയാണ് ഈ മരിച്ചു കഴിഞ്ഞാലുള്ള ഈ ആത്മാവിൻ്റെ യാത്രയും പുനർജന്മവും എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് സമ്പാദി വാക്യം വായിക്കുന്ന സമയത്ത് മനസ്സിലാകും. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ഇവിടെ ഓരോ പ്രാവശ്യവും ഓരോ സ്തുതിയിലും ഒക്കെ മുക്തി മോക്ഷം എന്നൊക്കെ, മുക്തി മോക്ഷം ഒരേ സംഭവം തന്നെയാണ്, മുക്തി മോക്ഷം എന്നൊക്കെ പറയും. അപ്പോൾ ഈ മോക്ഷപ്രാപ്തി എന്ന് പറയുന്നത് ഭഗവാനിൽ ലയിക്കുക എന്നുള്ളതാണ്. ജീവാത്മാവ് പരമാത്മാവിലേക്ക് ലയിക്കുന്നതിനാണ് ഇവിടെ മോക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ എന്നിട്ട് എന്താണ് ഇവിടെ പരശുരാമൻ അങ്ങനെ ശ്രീരാമനോട് ഇങ്ങനെ പറയുകയാണ്, അങ്ങനെ അജ്ഞാനമെല്ലാം നീക്കിയിട്ട് എന്താണ് ഭക്തി ഉണ്ടാവുക. ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവും. അറിയാനുള്ള ആഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എന്താവും, ഇത് എഴുത്തച്ഛൻ നമ്മളോട് കൂടി പറയുന്നതാണ്. അറിയാനുള്ള ആഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താവും, നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള അറിവ് കിട്ടും. ആ അറിവ് മോക്ഷ മാർഗമാണ് എന്ന് പറയുന്നത്. എന്നിട്ട് പറയുകയാണ് എന്താണ്, നേരത്തെ പറഞ്ഞല്ലോ, ശ്രീരാമൻ നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ വില്ല് കൊലക്കാം, പക്ഷെ ലക്ഷ്യം കാണിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് പറയുകയാണ്, എൻ്റെ സ്വർഗപ്രാപ്തിക്ക് വേണ്ടി ഞാൻ നേടിയ പുണ്യം, പരശുരാമൻ പറയാണ് ശ്രീരാമനോട്, സ്വർഗപ്രാപ്തിക്ക് വേണ്ടി ഞാൻ നേടിയ പുണ്യങ്ങൾ, നമ്മൾ സ്വർഗപ്രാപ്തിക്ക് പുണ്യകർമ്മങ്ങൾ ചെയ്യുക, ആ പുണ്യം തന്നെയാണ് ഈശ്വരലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ ശ്രീരാമൻ പരശുരാമനും തമ്മിലുള്ള ആ സംവാദം, ആ സമാഗമം. എന്നിട്ട് പറഞ്ഞത് അങ്ങ് വിചാരിച്ചതെല്ലാം, ശ്രീരാമൻ പരശുരാമനോട് പറയുകയാണ് അങ്ങ് വിചാരിച്ചതെല്ലാം നടക്കും. ശ്രീരാമൻ പരശുരാമനോട് പറയുകയാണ് അങ്ങ് വിചാരിച്ചതെല്ലാം നടക്കും. കാരണം ഇങ്ങനെ തപോനിഷ്ഠനായിട്ട് പോവുകയാണ്, ബ്രഹ്മപ്രളയം വരെ പോവുകയാണ്. അപ്പോൾ പരശുരാമൻ എന്നിട്ട് ശ്രീരാമനോട് പറയുകയാണ്, അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ഞാനിപ്പോൾ ചൊല്ലിയില്ലേ, ഞാനിപ്പോൾ ചൊല്ലിയതെന്താണ്, യഥാർത്ഥമായിട്ടുള്ള ഭക്തന്മാർക്ക് തത്വജ്ഞാനത്തിന് വേണ്ടിയിട്ട് ഇതൊരു മാർഗമാവണം. മരണസമയത്ത് അങ്ങയുടെ പാദാംബുജങ്ങൾ സ്മരിക്കാൻ വേണ്ടിയിട്ട് ഇടവരണം എന്ന് പറഞ്ഞുകൊണ്ട് പരശുരാമൻ ശ്രീരാമനെ തൊഴുതതിന് ശേഷം തിരിച്ച് പോവുകയാണ് ചെയ്യുന്നത്. പരശുരാമൻ തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് നേരെ മഹേന്ദ്ര പർവ്വതത്തിലേക്ക് പോകുന്നു എന്നാണ് ഇവിടെ എഴുത്തച്ഛൻ പറയുന്നത്. അപ്പോൾ അതിനുശേഷം ദശരഥൻ വളരെയധികം സന്തോഷവാനായി ശ്രീരാമദേവനെ കെട്ടിപ്പിടിച്ച് വളരെ ആ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. അതിനുശേഷം ഇവരൊക്കെ കൂടിയിട്ട് എല്ലാവരും കൂടി അയോധ്യയിലേക്ക് എത്തിയാണ്. ശ്രീരാമനും തൻ്റെ സഹോദരങ്ങളും ഒക്കെ പിന്നീട് അവിടെ സ്വൈര്യമായിട്ട് വളരെ സന്തോഷത്തോടു കൂടി 12 വർഷത്തോളം അവിടെ ജീവിക്കുന്നുവെന്ന് ഈ പാരായണ ഭാഗത്ത് പറയുന്നില്ല. നമ്മൾ ആദ്യ ഭാഗത്ത് വായിക്കുന്ന സമയത്ത് ശ്രീരാമൻ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. 12 വർഷമാണ് അവിടെ ജീവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതേ സമയത്ത് പിന്നെ അയോധ്യയിലെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ അതേസമയത്ത് കേകയ രാജാവ് എന്ന് പറയുന്നത് കൈകേയിയുടെ സ്ഥലമാണ് കേകയ. അപ്പോൾ കേകയത്തിലെ രാജാവ് യുധാജിത്ത് കൈകേയിയുടെ ആങ്ങളെയാണ്, ഭരതന്റെ അമ്മാമനാണ്. അപ്പോൾ അവിടുന്ന് ഒരു ദൂതനെ അയോധ്യയിലേക്ക് അയക്കുകയാണ്, ഭരതനെ ഒന്ന് കേകയിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് അയക്കുകയാണ്. അങ്ങനെ ഭരതന്റെ കൂടെ ശത്രുഘ്നനും കൂടി പോവുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി കേകയ രാജ്യത്ത് പോയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ദശരഥൻ ഇവിടെ അവരിപ്പോൾ ഭരതനും ശത്രുഘ്നനും ഇപ്പോൾ അയോധ്യയിലില്ല. അപ്പോൾ ദശരഥൻ മറ്റു 2 മക്കൾ ലക്ഷ്മണനും ശ്രീരാമനും മക്കൾ, അതുപോലെ തന്നെ തൻ്റെ 3 ഭാര്യമാർ, ഇവരൊക്കെ കൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ദേവേന്ദ്രൻ സ്വർഗത്തിൽ എന്ന പോലെ ദശരഥൻ സസുഖം വാണു എന്നാണ് ഈ ബാലകാണ്ഡത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നത്. അപ്പോൾ എന്നിട്ട് ശ്രീരാമന് വീണ്ടും ഇവിടെ എഴുത്തച്ഛൻ വിശേഷിപ്പിക്കുകയാണ്, ഇവിടെ ഈ പരമാനന്ദമൂർത്തിയായിട്ടുള്ള മഹാവിഷ്ണു ഇങ്ങനെ സസുഖം വാഴുകയാണ്. അപ്പോൾ പരമാനന്ദമൂർത്തിയായിട്ടുള്ള മഹാവിഷ്ണു മനുഷ്യരൂപം ധരിച്ചിട്ട് മായാദേവിയായ സീതയോടുകൂടി സർവ്വലോക ആനന്ദാർത്ഥം, രാമൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ അതാണ്, സർവ്വലോകങ്ങളെയും രമിപ്പിക്കുന്നവൻ, സർവ്വലോക ആനന്ദാർത്ഥം അയോധ്യയിൽ ഇങ്ങനെ സസുഖം വാഴുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാലകാണ്ഡം ഇവിടെ അവസാനിപ്പിക്കുന്ന ആ രീതിയിലാണ്. അപ്പോൾ നമ്മൾ ബാലകാണ്ഡം ഇവിടെ വായിക്കുന്ന സമയത്ത് ഈ അവസാന ഭാഗത്തിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ പല ഭാഗങ്ങൾ, ഇതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ ഓരോ ഭാഗങ്ങൾ ദേവതാവന്ദനത്തോടുകൂടി, രാമായണ മഹാത്മ്യത്തോടുകൂടി, പിന്നെ പുത്രദുഃഖത്താൽ വിഷമിക്കുന്ന ദശരഥ മഹാരാജാവിന് പുത്രകാമേഷ്ടി യാഗം നടത്തുകയും പുത്രന്മാർ പിറക്കുകയും ഒക്കെ ചെയ്യുന്നതും ഈ കാര്യങ്ങളൊക്കെ എത്തുകയും ഇതൊക്കെ ശരിക്കും ഭൂമിദേവി തൻ്റെ ഭൂമി ഭാരം സഹിക്കാൻ വയ്യാതെ ദേവന്മാരോടുകൂടി മഹാവിഷ്ണുവിനെ പാലാഴിയിൽ പോയി കണ്ട് അഭ്യർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് ഇവിടെ ശ്രീരാമദേവൻ ജനിക്കുന്നത്. ഇവിടെ ഭൂമിദേവി പാലാഴിയിലോട്ട് വന്ന് പശുവിന്റെ രൂപത്തിലാണെന്ന് നേരത്തെ പറഞ്ഞു. ഇവിടെ ഭൂമിദേവി അധർമ്മം ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് രാക്ഷസന്മാരുടെ അധർമ്മം ഉണ്ടായിക്കഴിഞ്ഞാൽ ഭൂമിയിലെ വിഭവങ്ങളില്ലാതാവും. അതാണ് ഭൂമിദേവിനെ ഒരു പശുവിന്റെ രൂപത്തിൽ കാണിക്കുന്നത്. അധർമ്മികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നാട്ടിൽ നല്ല ഭരണം ഉണ്ടാവില്ല.
അവിടെ അധർമ്മമായിരിക്കും ഉണ്ടാവുക, വിഭവങ്ങളൊക്കെ ഇല്ലാതാവും, സാധനങ്ങൾക്കൊക്കെ ക്ഷാമം സംഭവിക്കും. അപ്പോൾ ഇവിടെ അത് സംഭവിച്ചിരിക്കുകയാണ്. മറിച്ച് അധർമ്മികളല്ല ധർമ്മിഷ്ഠന്മാരാണ് ഉണ്ടാകുന്നതെങ്കിൽ, ധർമ്മിഷ്ഠന്മാരുണ്ടാകുന്നതെങ്കിൽ എന്താണ്, നാട്ടിൽ വിഭവങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇത്ര വലിയ ഭാരം ഉണ്ടാവില്ല, നാട്ടിൽ നല്ല വിളകളൊക്കെ ഉണ്ടാകും, ഭക്ഷണ സാധനങ്ങൾക്കൊന്നും വലിയ വില തീവിലയൊന്നും ഉണ്ടാവില്ല, എല്ലാവരും നല്ല സുഭിക്ഷമായിട്ട് ജീവിക്കും. പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഭൂമിദേവി വളരെ വിഷമിക്കുന്നത് എന്താണ്, അധർമ്മം കൊടികുത്തി വാഴുന്നത് കൊണ്ടാണ്. അതിനുള്ള പരിഹാര മാർഗമായിട്ടാണ് മഹാവിഷ്ണു അവതരിച്ചിരിക്കുന്നത് എന്നുള്ളതും ആ അവതാരവും അയോധ്യയിലെ ബാല്യകാലത്തുള്ള സംഭവ വികാസങ്ങളും അതെന്താണ്, അത് കല്യാണ കൗമാരം വരെ എത്തി നിൽക്കുന്ന, യൗവനം വരെ എത്തി നിൽക്കുന്ന സംഭവ വികാസങ്ങളാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിച്ചത്. അതോടുകൂടി അധ്യാത്മ രാമായണത്തിൻ്റെ ആദ്യകാന്ഡമായിട്ടുള്ള ബാലകാന്ഡം ഇവിടെ പൂർണ്ണമാവുകയാണ് ചെയ്യുന്നത്. നന്ദി, നമസ്തേ.